ആകെ ഷോക്കായി പോയി. പാവം അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞതാ. ഇപ്പൊ ഓഫീസിൽ വെച്ച് കണ്ടപ്പോഴും രമേശ് ചേട്ടനോട് സീറ്റ് ഉറപ്പിച്ചെന്നാ അവര് പറഞ്ഞത്. എല്ലാം നുണയാ ചേച്ചി. ശ്രേയ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലാക്കി കളി തുടങ്ങി ചേച്ചി. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആചാരു. രമേശ് ചേട്ടൻ മെമ്പർ ആവുന്നത് കൊതിച്ച് ഞാനും സന്തോഷിച്ചു. ഇനി രമേശ് ചേട്ടനെ ആരും കളിയാക്കില്ലല്ലോ എന്നോർത്ത്. മെമ്പർ ആയില്ലെങ്കിലും ഒരു കോമാളിയെ പോലെ രമേശ് ചേട്ടനെ ആരും കാണരുതെന്ന് കൊതിച്ചു. എന്റെ മോഹങ്ങൾ പോട്ടെ ചാരു. പക്ഷെ രമേശ് ചേട്ടൻ ഇതറിഞ്ഞാൽ എങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല. രമേശ് ചേട്ടൻ ഇപ്പോഴും മെമ്പറായ പോലെയാ. ഞാൻ എങ്ങനെ ഇത് പറയും? തകർന്നു പോവില്ലേ പാവം. അച്ഛൻ വരെ രമേശ് ചേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോ കരയുന്നത് എന്റെ മനസ്സാ. ഞാനിനി എന്ത് ചെയ്യും ചാരു? എനിക്കറിയില്ല. ചേച്ചി മനസ്സ് തളരരുത്. രമേശ് ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്നിട്ടെല്ലാം പറഞ്ഞു മനസ്സിലാക്കണം. ചേച്ചി കൊടുക്കുന്ന ധൈര്യവും ആത്മവിശ്വാസം രമേശ് ചേട്ടന് ഇപ്പൊ വേണ്ടത്. ഞാൻ പറയാം രമേശ് ചേട്ടനോട്. പക്ഷെ ഇത് കേട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ജീവൻ വരെ. ചേച്ചി അങ്ങനെയൊന്നും പറയാതെ. വേറെ ഞാൻ എന്ത് പറയാനാ ചാരു? അവൾക്ക് ആ ശ്രേയക്ക് രമേശ് ചേട്ടനെ ഇല്ലാതാക്കിയിട്ട് എന്ത് കിട്ടാനാ? അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പാവൻ രമേശ് ചേട്ടൻ. സ്വപ്നങ്ങൾ കണ്ടതാ രമേശ് ചേട്ടന്റെ തെറ്റ്. പറഞ്ഞിട്ട് കാര്യമില്ല, വിധിച്ചതല്ലേ നടക്കൂ. എനിക്കറിയില്ല എന്താ ഉണ്ടാവാൻ പോകുന്നെന്ന്. എടി എന്താടി ഇത്? മടക്കിക്കൊണ്ടിരുന്ന തുണികളൊക്കെ എടുത്തോണ്ട് കളയുന്നത്? നിനക്കിത് എന്ത് പറ്റി? ഞങ്ങളോട് ഈ ചതി കാണിക്കുമെന്ന് കരുതിയില്ല. ഞാൻ ഇനി എന്ത് രമേശ് ചേട്ടനോട് പറയും? ഈശ്വര, എനിക്ക് അറിയില്ല. എടി നീ രമേശിന് ശ്രേയമോളെ കണ്ടില്ലേ? ഡി എന്റെ പൊന്നെ എന്ത് പറഞ്ഞൂന്ന്? എടി നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? രമേശ് മെമ്പറാവാൻ പോവല്ലേ? അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എല്ലാരും ചേർന്ന് എന്നെയും രമേശ് ചേട്ടനെ പറ്റിക്കുകയായിരുന്നല്ലേ? ചുമ്മാ വെറുതെ രമേശ് ചേട്ടനും എനിക്കും ഓരോ പ്രതീക്ഷ തന്ന് ചതിച്ചു. എടി നിനക്കിതെന്താ വട്ടായോ? ഒരു ബന്ധമില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്ന? വട്ടൊന്നും അല്ല, എന്നെയും രമേശ് ചേട്ടനെയും ചതിച്ചത് തന്നെയാ. ചതിച്ചെന്നോ? ആര് ചതിച്ചെന്ന്? നിങ്ങൾ എല്ലാരും തന്നെ. എടി നീ എന്റെ മോളാ, രമേശ് എന്റെ ആങ്ങളയുടെ മോനാ. പിന്നെ ഞാൻ എന്തിനടി ചതിക്കുന്നേ? ഇലക്ഷന് സീറ്റ് കൊടുക്കാവെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞ? സീറ്റില്ലെന്നോ? ആര് പറഞ്ഞു? എന്റെ പൊന്നങ്ങനെ പറഞ്ഞു? പൊന്ന്, ഓ
അമ്മയുടെ പൊന്ന് ഓഫീസിൽ വെച്ച് പ്രസിഡന്റിനോട് പറഞ്ഞു രമേശ് ഏട്ടന് സീറ്റ് കൊടുക്കാവെന്ന് പറഞ്ഞത് വെറുതെയാണെന്ന്. അത് ആകാശ് കേട്ടിട്ട് ചാരുവിനെ വിളിച്ചു പറഞ്ഞു. അവൾ ഇപ്പോഴാ അതെന്നോട് പറഞ്ഞത്.